ആശാനെ. എന്താടാ ഇഡിയറ്റ്, കണ്ണൂടെ? സോറി, ആ പരസ്യം കാണിക്കാനുള്ള ആവേശത്തിൽ ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാണ്. അയ്യബദ്ധം? അല്പപ്രാണിയായ നീ ചത്തുവെന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ നാവിക്കിട്ട് ഞാൻ തൊഴിക്കാത്ത. മാപ്പ് മാപ്പ്, 1000 മാപ്പ്. ആശാനെ കല്യാണ പരസ്യം ഒന്ന് വായിച്ചാട്ടെ. കല്യാണ പരസ്യം? ആശാനെ, ഈ പരസ്യം മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയാണ് കടയിലുള്ള പത്രങ്ങൾ മുഴുവൻ ഞാൻ ഇങ്ങോട്ട് വാരിക്കൊണ്ട് പോകുന്നത്. വേറെ ബ്രോക്കർ കണ്ടാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് അവരടിച്ചോണ്ട് പോകൂലേ? എന്തൊരു സമർത്ഥൻ. എടാ ഫൂളെ, ഈ പത്രങ്ങളുടെ കോപ്പി വേറെ കടകളിൽ കാണില്ലേ? വാങ്ങേണ്ടവർക്ക് അവിടുന്ന് വാങ്ങിച്ചൂടെ? അതെന്റെ കമ്പ്യൂട്ടർ തലയിൽ എത്തിയില്ല. ബോംബ് വെച്ച് പൊട്ടിച്ചേളാടാ തല. ആശാൻ ഈ കല്യാണ പരസ്യം ഒന്ന് വായിച്ചു നോക്ക്. വാസുവിനെ ആവശ്യമുണ്ട്. അമേരിക്കയിൽ ഉദ്യോഗവും കേരളത്തിൽ കോടിക്കണക്കിന് സ്വത്തുമുള്ള എന്റെ മകൻ ദേവകുമാറിന് സൗന്ദര്യവും വിദ്യാഭ്യാസവും സാമ്പത്തിക ശേഷിയുമുള്ള ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അർഹതയുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കളോ ഉത്തരവാദിത്വമുള്ള മാരേജ് ഏജൻസികളോ സമീപിക്കേണ്ട മേൽവിലാസം ശാരദാ നായർ, മുല്ലശ്ശേരി മന്ദിരം, തിരുവനന്തപുരം. സമർത്ഥൻ. കൈയോട്. ഇന്നാണ് നീ ജീവിതത്തിൽ ഒരു ഉപകാരം ചെയ്തത്. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. 1000 നക്കാപ്പിച്ച കല്യാണം നടത്തുന്നതിനേക്കാളും ആണ്ടിൽ ഇതുപോലൊരു കൊയ്ത്ത് കിട്ടിയ പോരെ ആശാനെ? കറക്റ്റ്. ഈ മാരേജ് CMS മാരേജ് ബ്യൂറോയുടെ പ്രസ്റ്റീജ് ആണ്. ലക്ക് ഓഫ് ബെസ്റ്റ്. താങ്ക് യു. എനിക്ക് 3 മാസത്തെ ശമ്പളം കിട്ടാനുണ്ട്. ഇനി 3 മാസത്തെ കൂടി കിട്ടില്ല. ഈ ഇടപാടം നടന്നു കഴിയട്ടോ. ഒരുമിച്ച് തരാം. ഒരുമിച്ച് തരാം. എന്താ പിള്ളച്ച എത്രക്ക് വെപ്രാളം? ആരെങ്കിലും കാഞ്ഞു പോയോ? അപശകുനം പറയാതെടാ. ഞാനൊരു മംഗളകാര്യത്തിന് ഇറങ്ങി തിരിച്ചതാ. എന്ത് മംഗളകാര്യം? സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വേണം. അത് ഈ വയസ്സുകാലത്ത്? എനിക്കല്ലടാ, പിന്നെ നമ്മുടെ ശരണനായർ അറിയില്ലേ? അറിയില്ലെന്നോ? അമേരിക്കൻ അമ്മായി. അവരുടെ മകന് വേണ്ടിയാ. കൊച്ചനും അമേരിക്കയിൽ വലിയ ഉദ്യോഗസ്ഥനാ. അവർക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ? അതെ. ആ കൊച്ചിന്റെ അപ്പൻ അച്ഛനും ഒന്നേ ഉള്ളൂ. അതറിയാ. പുള്ളിക്കാരൻ മരിച്ചുപോയില്ലെന്നാ ചോദിച്ചേ. അച്ഛന്റെ മരണശേഷമാ അമ്മയും മകനും അമേരിക്കയിലേക്ക് പോയത്. അവരുടെ സ്റ്റാറ്റസിന് അനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ വേണം. പത്രത്തിൽ പരസ്യം കൊടുക്കാനാ ഞാൻ പോകുന്നേ. എന്തിനാ പിള്ളച്ച പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത്? എന്റെ ഭാര്യ ത്രേസ്യാമല്ലേ, അവളെ ഒന്ന് കണ്ടാ പോരെ? നിന്റെ ഭാര്യ ത്രേസ്യാമയെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാനോ? എന്റെ കർത്താവേ, അതല്ല പിള്ളാച്ച. എന്റെ ഭാര്യ ത്രേസ്യാമ ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വിവാഹതല്ലാളാ. കൊള്ളാമല്ലോ. പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കല്യാണ ബ്രോക്കർമാരുണ്ടോ? ഉണ്ടോന്നോ? എന്റെ വെമ്മർനോത്തിക്ക് മെയിൻ ബിസിനസ് ആടാ. അഗർ വിട്ടോ. എഴുന്നള്ളി. എന്താ? ഒരു കോള് വന്നിട്ടുണ്ട്. എന്ത് കോള്? നീ അമേരിക്കൻ അമ്മായി അറിയില്ലേ? കൊള്ള, അറിയില്ലെന്നോ? അവരെന്റെ ക്ലാസ്മേറ്റ് അല്ലേ? പള്ളിക്കൂടത്തിന്റെ വരാന്ത കണ്ടിട്ടില്ലാത്ത നിനക്ക് എവിടുന്നാടി ക്ലാസ്മേറ്റ്? മാച്ച് പോലും. ഞങ്ങൾ അത്രയ്ക്ക് ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. എയറോപ്ലെയിനിൽ നിന്ന് എന്നെ കണ്ടാലും താഴെ ഇറങ്ങി വന്ന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അബായു ആൻസർ ദ ക്വസ്റ്റ്യൻ, മോഡൽ ക്വസ്റ്റ്യൻ എന്തൊക്കെ ചോദിക്കും. എന്തിനാണ് ഈ ദഹിക്കാത്ത പടായി അടിക്കുന്നത്? 10-12 കൊല്ലായാലും നിന്നെ ഞാൻ കെട്ടിയിട്ട് അന്ന് മുതൽ ഇത് ഞാൻ സഹിക്കുന്നുമില്ലേ? ഇനിയെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ? ഞാൻ പറയുന്ന ബെഡായി ആണെങ്കിലേ അമ്മായി വരുമ്പോ കണ്ടോ. എന്നാലേ അമ്മായി വരുന്നുണ്ട്. അതെ, അവരുടെ മകന് നല്ലൊരു പെങ്കൊച്ചിനെ വേണം. അയ്യോ, എന്തിനൊന്നാക്കുന്ന? 1 ഡസൻ പെമ്പിള്ളേർ എന്റെ കസ്റ്റഡിയിലുണ്ട്. കർത്താവിന് സ്തുതി. കാര്യം നടന്നിട്ടാ നമുക്ക് കൈ നിറയെ കാശാ. എല്ലാം നടക്കും. പക്ഷെ നിങ്ങൾ ഇക്കാര്യം ചെണ്ടകുട്ടി വെളിയിലാരെ അറിയിക്കായിരുന്നാ മതി. വേറെ വല്ല ബ്രോക്കർമാരുടെയും ചെവിയിലെത്തിയ പാർട്ടി അവര് ചാക്കിലാക്കും. ഞാൻ മാത്രം രഹസ്യമാക്കി വെച്ചിട്ട് എന്ത് കാര്യം? ആ കേസുനാര് പത്രത്തിൽ പരസ്യം കൊടുത്തു. കാലക്കേട്. പെണ്ണ് കിട്ടിയാലും ചത്താലും പെറ്റാലും ഒക്കെ പത്രത്തിൽ കൊടുക്കും. പക്ഷെ പത്രത്തിൽ കണ്ടെന്ന് വെച്ച് നല്ല കുടുംബത്തിൽ ആരെയും പെണ്ണ് കൊടുക്കുമോടി? അതില്ല. ചില വക്കീലന്മാര് കക്ഷികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ ഉള്ളതിനെ ഇല്ലെന്നും ഇല്ലാത്തതിനെ ഉണ്ടെന്നും ചില വീട്ടുകാരോട് മാറ്റിയും മറിച്ചും പറഞ്ഞൊരു കല്യാണം നടത്തുന്നതിന്റെ പ്രയാസം എനിക്കല്ലേ അറിയാവൂ. ഏതായാലും നീ ഇതിനൊന്ന് തുനിഞ്ഞിറങ്ങിയേ പറ്റൂ. ഇറങ്ങി. അമേരിക്കൻ അമ്മായിയുടെ പയ്യൻ ചെറുക്കന് പറ്റൊരു പെണ്ണിനെ തന്നാ പോരെ? മതി. അക്കാര്യം ഞാൻ ഏറ്റവും. ഇതും വെച്ചോണ്ട് നമുക്ക് 10 കാശ് ഉണ്ടാക്കണം. എന്റെ കർത്താവേ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. അല്ല, ഇതാരും ത്രേസ്യയോ? ഓ അല്ല, ചേച്ചി അതില്ലേ? ഇല്ല, അവളെ അമ്പലത്തിൽ പോയിരിക്കുക. അയ്യോ, കഷ്ടമായി പോയല്ലോ. എന്താ കാര്യം? നമ്മുടെ മോക്കൊരാലോചന വന്നിട്ടുണ്ട്. അത് പറയാനാ ഞാനിപ്പോ വന്നതേ.
മുമ്പ് പയ്യന്റെ ജാതകം കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ ത്രേസി ഇവിടുന്ന് പോയത്? ജാതകം കൊണ്ടുവരാൻ തന്നെയാണ് ഇരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് പയ്യൻ കയറി ഒരു കുഴപ്പം കാണിച്ചു കളഞ്ഞു. എന്ത് കുഴപ്പം? അയൽപ്പക്കത്തിൽ ഒരു പെണ്ണിനെയും കൊണ്ട് പയ്യൻ ഊട്ടിയിലോ കൊടൈക്കനാലിലോ എങ്ങോട്ടോ പോയി. സത്യമാണോ ഈ പറയുന്നത്? എന്റെ പൊന്നും കുരിശ് മുത്തപ്പനാണ് സത്യവേ. അങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ ഈ ത്രേസ്യ പറഞ്ഞ കാര്യം എന്നേ നടക്കുമായിരുന്നു. അത് വഴങ്ങെങ്കിൽ പോട്ടെ. ഇപ്പൊ നമുക്ക് പറ്റിയ ഒരു ആലോചനയും കൊണ്ടാ ഈ ത്രേസ്യ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എവിടുന്ന്? പറയാം, പക്ഷെ സംഗതി ഓപ്പൺ ആയിരിക്കണം. ഇരു ചെവി അറിയരുത്. അറിഞ്ഞാ കുഴപ്പാ. പയ്യന് ഇവിടങ്ങും അല്ല, അങ്ങ് അമേരിക്കയിലോ. അമേരിക്കയിലോ? ആ, പയ്യൻ അമേരിക്കയിലെ ഒരു കൊച്ചു ക്ലിന്റനാണെന്നാ കേട്ടത്. അയ്യോ, ഈ ബന്ധം നടന്നു കിട്ടിയാ നമ്മൾ ജയിച്ചു. എന്നാ എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ നോക്ക്. അയ്യോ, അക്കാര്യം ഞാൻ ഏറ്റു വിളിച്ചാ. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് 2000 രൂപ കടം തരാമോ? നമുക്ക് ഏതെങ്കിലും വകയിൽ അങ്ങ് വരവ് വയ്ക്കാം. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ അമേരിക്കൻ കല്യാണം ഞാൻ നടത്തി തരാം. പണത്തിന്റെ കാര്യമൊക്കെ അവളും മോളും വന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചാ മതി. അയ്യോ, പക്ഷെ കാര്യം നടക്കണം. അയ്യോ, ഒന്നും പേടിക്കണ്ട പിള്ളേച്ചാ, ഇത് ഞാൻ നടത്തി തരാമെന്ന്. അല്ലേ, ഒന്ന് നിന്നേ. അതെ, നിങ്ങൾ പോകാനിരുന്നാണോ? പിന്നെ പോവാതെ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്ന വായു വെച്ചിക്കോ? അയ്യോ, ഇന്നത്തേക്ക് ഓട്ടോ ഓടിക്കാൻ പോണ്ട. ശരി, പള്ളി പെരുന്നാളാ, നല്ല ഓട്ടം കിട്ടുന്ന ദിവസാ. മാത്രല്ല ഞാൻ മീറ്ററിൽ 5-ന് 10 വീഴുന്ന ചില പരിപാടികളൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുക. അയ്യോ, ആ കാശ് വേണ്ടെന്ന് വെക്ക്. അതിനേക്കാൾ ഗുണമുള്ളൊരു വഴിക്കാ നിങ്ങളെ ഞാൻ അയക്കാൻ പോന്നേ. ഏത് വഴിക്ക്? ഞാൻ ഇന്നലെ കോയിക്കലെ തമ്പി അദ്ദേഹത്തെ കണ്ടു. എന്തിന്? അദ്ദേഹത്തിന്റെ മൂക്ക് വേണ്ടി അമേരിക്കയിലെ പയ്യന്റെ കാര്യം പറഞ്ഞു. പുള്ളിക്കാരൻ വലിയ താല്പര്യത്തിലാ. നിങ്ങൾ ഈ എഴുത്തു കൊണ്ട് കൊടുത്താ മതി, പെങ്കൊച്ചിന്റെ ഫോട്ടോ ഇങ്ങോട്ട് തന്നയക്കും. നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കുവോ? ഒരു സങ്കടവും ഇല്ല. ഈ നോട്ടോ ഓടിച്ച് നടക്കുന്ന ആള് നാളെ കാറേ കയറി ഇതിലെ നടക്കുന്ന ഈ നാട്ടുകാരൊക്കെ ഇന്ന് കാണട്ടെ. അതിനല്ലേ ഞാൻ ഈ പരിശ്രമിക്കുന്നത്. പോയിച്ചു. ശരി, നീ പറഞ്ഞാ പോവാതിരിക്കാൻ പറ്റുമോ? പിന്നൊരു കാര്യം, പള്ളിപ്പെരുന്നാളെന്നല്ലേ പറഞ്ഞത്? അതെ. പിന്നെ വല്ല ഷാപ്പിലും കയറി വീശി മൂത്തേച്ച് ഫോട്ടോയും കളഞ്ഞിട്ട് പോന്നേക്കരുത്. പിന്നെ എന്റെ സ്വഭാവം അറിയാലോ. ഞാൻ അത്രക്ക് ഉത്തരവാദിത്തമില്ലാത്തവനാണോ? എന്നാ ഇതൊക്കെ അഴിച്ച് കളഞ്ഞേച്ച് അയ്യോ, എന്നിട്ട് വേറെ ഉടുക്കാന്ന് വാ. അതോ ഇവിടെ അതെ, നിങ്ങൾ വേഗം പോയി മാലയൊക്കെ വാങ്ങിച്ചോണ്ട് വാ. നല്ല റോസാപ്പൂ കൊണ്ടുള്ളതായിരിക്കണം. ഞാൻ അതോട്ട് പോവാണേ. അല്ല, മാലിപ്പൊക്കെ ഇവിടെ കൊണ്ടുവന്നാ മതിയോ? അയ്യോ, പോരാ, അകത്തോട്ട് തന്നെ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്കുള്ള പാസ് ഞാൻ എടുത്തോളാവേ. അമ്മായി ഇറങ്ങുമ്പോ ആദ്യം മാലയിട്ട് സ്വീകരിക്കണം നമ്മളായിരിക്കണേ. അത് ഞാൻ അങ്ങോട്ട് ഒന്നും പറയേണ്ട, പ്രവൃത്തി കാണിച്ചാൽ മതി. ആൽബം കൊണ്ട് അമേരിക്കൻ അമ്മായിയെ കറക്കാൻ വന്നിരിക്കുകയാണല്ലേ. നിന്നെ ചാടിച്ചില്ലെങ്കിൽ എന്റെ ചാൻസ് പോകും. ശരി, എന്നാ പോയിട്ടോ. വരണം, വരാതിരിക്കരുത്. സലാം സാർ. സലാം. ആൽബം നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയെ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ പെൺവാണിഭ കേസിലെ പിടികിട്ടാ പുള്ളിയാണ്. കടന്നു കളയുന്നതിന് മുമ്പ് കസ്റ്റഡിയിലെടുത്തോ. വാ. എടി ഭയങ്കരി, അവളുടെ ഒരു ആൽബം. അയ്യോ, ഞാൻ ഭയങ്കരിയല്ല, ത്രേസ്യ. ത്രേസ്യ വാടിക്കോട്ടെ. എവിടെ? നടക്കടി സ്റ്റേഷനിലേക്ക്. നിന്റെ ഒരു പെൺവാണിഭം. ഞാൻ അങ്ങനത്തെ സ്ത്രീയൊന്നുമല്ല. നടക്കടി സ്റ്റേഷനിലേക്ക്. ആരാ ഒറ്റ പറഞ്ഞോളൂ, ഞാൻ അത്രത്തിൽപ്പെട്ട സ്ത്രീയല്ല. കൈവിട് പെണ്ണുപിള്ളേ. കേരടി വണ്ടിയിലെ എന്തൊരു ശക്തിയാണോ! ഏത് കൊന്തനാണോ എന്നെ ഒറ്റ കൊടുത്തത് അവന് ഈശ്വരൻ ശിക്ഷ കൊടുത്തോളൂ. ഞാൻ പോലീസിന്റെ ദേഹത്ത് കൊടുക്കരുത്. ആണുങ്ങളെന്നെ ദേഹത്ത് കൊടുക്കാൻ കേറൂല. ഞാൻ എടുത്ത് കയറ്റലുമ്പി. കർത്താവ് തരും നിങ്ങൾക്ക് ശിക്ഷ. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഐ ആം സുനകൻ. നോ, സുഗുണൻ, മാരേജ് ബ്യൂറോ. പ്ലീസ്. താങ്ക് യു. താങ്ക് യു. ദേശാമേ, ഇവിടെ പോയി കിടന്ന് ആരും കാണുന്നില്ലല്ലോ. ഓ, അമ്മായിന്റെ കൂടെ പോയി കാണും. ആ ചേട്ടാ, എന്റെ ത്രേസ്യാമ ഇങ്ങോട്ട് വന്നോ. ഇതെന്തിനാടാ? ഇതൊരു ഭംഗിക്ക് വേണ്ടി വാങ്ങിയതാ. അമേരിക്കൻ അമ്മായിക്ക് കൊടുക്കാനുള്ളതാ. അയ്യോ, ഇത് റീത്ത മരിച്ചുപോയവർക്ക് വെക്കാനുള്ളതാ. അതെയോ? എന്നാ ഇത് ചേട്ടന് എടുക്കട്ടെ. ഇതുകൂടെ കൊണ്ടുപോടാ. ആദ്യത്തെ വ്യവസ്ഥ 1 ലക്ഷം രൂപയും മാരുതി കാറും.
1,00,000 മാരുതി കാറോ? അതേത് നക്കാപ്പിച്ച കുടുംബത്തിൽ നിന്ന് കിട്ടുമല്ലോ. ഞാൻ വിചാരിച്ചത് കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെടുമെന്ന. Stop it. എന്നോടാണോ? 1,00,000 മാരുതി കാറും എന്ന് പറഞ്ഞത് എന്റെ മകന്റെ സ്ത്രീധന തുകയല്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രതിഫലം, അതായത് ബ്രോക്കറേജ്. My God, 1,00,000 മാരുതി കാറും ബ്രോക്കറേജ് ഫീസ്. നിങ്ങൾക്ക് ഞാൻ ഇത്രയും തരുമ്പോ കൊണ്ടുവരുന്ന ബന്ധവും അതുപോലെ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഞങ്ങൾ അന്യനാട്ടിലാണെങ്കിലും ജനിച്ച നാട്ടിലെ ബന്ധം അറ്റുപോകാതിരിക്കാനാണ് ഇവിടെ വന്ന് വിവാഹം ആലോചിക്കുന്നത്. മാഡത്തിന്റെ അവസ്ഥകൾ അല്ല വ്യവസ്ഥകൾ എന്താണെന്ന് പറഞ്ഞില്ല. പറയാം. ആ, കോടിക്കണക്കിന് സ്വത്തുള്ള കുടുംബമായിരിക്കണം. പെൺകുട്ടി അതിസുന്ദരിയും വിദ്യാഭ്യാസം ഉള്ളവളും ആയിരിക്കണം. ഈ നാട് ഇതുവരെ കാണാത്ത ഒരു വിവാഹമായിരിക്കണം. വെടിക്കെട്ട് വേണോ? വേണം. ഓക്കെ. ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഒത്തു വന്നാൽ എനിക്ക് 1,00,000 മാരുതി കാറും ഉറപ്പാണോ? ഈ ശാരദ നായർ വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഇറ്റ്സ് എൻ അമേരിക്കൻ പ്രോമിസ്. അയ്യോ. ഓക്കെ, പിന്നെ കാണാം. കേശവരെ, ഓ താനാണോട് കേസുകാരി? ഞാൻ അയ്യോ, അറിയാതെ വിളി കേട്ടു പോയതാ.